ശാന്തിഗിരി ആശ്രമം ഏർപ്പെടുത്തിയ പ്രഥമ നവതി പുരസ്കാരം മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് സമർപ്പിച്ചു. ശാന്തിഗിരി ആശ്രമത്തിൽ നടന്ന ചടങ്ങിൽ ശ്രീലങ്കൻ പാർലമെന്റ് സ്പീക്കർ കരു ജയസൂര്യയാണ് പുരസ്കാരം സമ്മാനിച്ചത്. കരുണാകര ഗുരുവിന്റെ നവതി ആഘോഷത്തിന്റെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. പുരസ്കാരം സ്വീകരിച്ചുകൊണ്ടുള്ള മമ്മൂട്ടിയുടെ വാക്കുകളിലേക്ക്. പുരസ്കാരം സ്വീകരിക്കാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ പുരസ്കാരത്തിന് എനിക്ക് ഇരട്ടിയല്ല, ഒരുപാട് മധുരമുണ്ട്. ഇത് കരുണാകര ഗുരുവിൻ്റെ നവതി പുരസ്കാരമാണ്. അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷങ്ങളോട് ചേർന്നുള്ള ഒരു പുരസ്കാരമാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ നവതി ഇനി ഒരിക്കലും ഉണ്ടാവില്ല. ഇനി ഉണ്ടാകുന്ന 91 അല്ലെങ്കിൽ 100 150 ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പുരസ്കാരം എനിക്ക് മാത്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരു പുരസ്കാരമായി ഞാൻ കണക്കാക്കുന്നു. സുനിൽ അരുമാനൂർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സുനിൽ, മറ്റെന്തൊക്കെ ചടങ്ങുകളാണ് ഇനിയും അവിടെയുള്ളത്? വിശദാംശങ്ങൾ. ഗ്രീഷ്മ, ശാന്തിഗിരി ആശ്രമം ഏർപ്പെടുത്തിയ നവതി പുരസ്കാരം, പ്രഥമ നവതി പുരസ്കാരമാണ് പത്മശ്രീ ഭരത് മമ്മൂട്ടി ഏറ്റുവാങ്ങി സംസാരിച്ചതാണ്. കരുണാകര ഗുരുവിന്റെ നവതി ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഈ പുരസ്കാരത്തിന് ശേഷം ഈ സെപ്റ്റംബർ 7-നാണ് നടൻ മമ്മൂട്ടിയുടെ ജന്മദിനം വരുന്നത്. അതുകൊണ്ട് തന്നെ സംഘാടകർ ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ ഈ വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ ജന്മദിനാഘോഷവും നടത്തി എന്നുള്ളതാണ്. ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ചുകൊണ്ടാണ് മമ്മൂട്ടിയുടെ ജന്മദിനം ആഘോഷിച്ചത്. അതിനുശേഷം ശ്രീലങ്കൻ സ്പീക്കർ തന്നെ മമ്മൂട്ടിയെ ശ്രീലങ്കയിലേക്ക് ക്ഷണിക്കുന്ന ഒരു കാര്യവും ഈ ചടങ്ങിൽ വെച്ച് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. വളരെ വിപുലമായ രീതിയിൽ തന്നെ ആഘോഷപൂർവ്വം തന്നെയാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ഇവിടെ സംഘാടകർ അറേഞ്ച് ചെയ്ത് ഇവിടെ ആഘോഷിച്ചത്. ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി ചടങ്ങിൽ സംസാരിക്കുകയാണ്. കാരുണ്യ പദ്ധതിയുടെ തുടക്കവും ഈ ചടങ്ങിൽ വെച്ച് നടന്നു.